ഹായ് ഓൾ. അപ്പോൾ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള മത്സരം നടക്കാനിരിക്കുകയാണ് ബുധനാഴ്ച. അപ്പോൾ അതിനു മുന്നേ സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കുമോ എന്ന കാര്യത്തിൽ എല്ലാ മലയാളി പ്രേക്ഷകരും ആശങ്കയിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് ഭേദമായി അഭിഷേക് ശർമ്മ തിരിച്ചെത്തി. അഭിഷേക് ശർമ്മയാണ് ഓപ്പണിംഗ് കളിച്ചത് ഇഷാൻ കിഷാൻ്റെ കൂടെ. ഇഷാൻ കിഷാൻ ആണെങ്കിൽ തകർപ്പൻ ഫോമിലാണ്. അപ്പോൾ ഇഷാൻ കിഷാൻ എന്തായാലും അടുത്ത മത്സരത്തിലും കളിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സഞ്ജു സാംസണ് ചാൻസ് കിട്ടുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയിലാണ് ഉള്ളത്. പക്ഷേ എന്നാൽ പോലും സഞ്ജുവിന് ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സഞ്ജു സാംസൺ ലാസ്റ്റ് കളിയിൽ നമീബിയമായിട്ടുള്ള കളിയിൽ അത്യാവശ്യം പെർഫോം ചെയ്തിരുന്നു. 8 പന്തുകളിൽ നിന്നും 22 റൺസ്, 3 സിക്സറും ഒരു 4ഉം ഉൾപ്പെടെ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നിരുന്നു. അപ്പോൾ സഞ്ജു സാംസണിന് അടുത്ത മത്സരം ഇന്ത്യക്ക് അത്ര നിർണായകമായ ഒരു മത്സരമല്ല. ഇന്ത്യ ഇതിനകം തന്നെ 3 മത്സരങ്ങൾ വിജയിച്ച് 6 പോയിൻറ്റ്സോടുകൂടി ഇന്ത്യ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത മത്സരം നെതർലാൻഡ്സുമായുള്ളത് ഇന്ത്യക്ക് തീർച്ചയായും സഞ്ജു സാംസണെ വെച്ച് കളിക്കാൻ സാധിക്കുന്നതാണ്. സഞ്ജു നല്ലൊരു കളിക്കാരൻ കൂടിയാണ്. അപ്പോൾ സഞ്ജുവിനെ പരീക്ഷിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഇന്ത്യ എടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സഞ്ജുവും ഇഷാൻ കിഷാനും തന്നെ ആകും ഓപ്പണിങ്ങിൽ കളിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും സൂര്യകുമാർ യാദവും ഗംഭീറും അത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തൽക്കാലം അഭിഷേക് ശർമ്മയ്ക്ക് കുറച്ച് ദിവസം കൂടി റെസ്റ്റ് കൊടുത്ത്, അഭിഷേക് നല്ലൊരു പ്ലെയറാണ്. ചിലപ്പോൾ എന്തായാലും പുള്ളിയെ സൂപ്പർ 8ൽ ആവശ്യമുള്ളത് കൊണ്ട് പുള്ളിക്കൊരു പ്രോപ്പർ റെസ്റ്റ് അനുവദിച്ചുകൊണ്ട് സഞ്ജു സാംസണെ ഓപ്പണിങ്ങിലേക്ക് തിരിച്ചു വിളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ കളിച്ച ഏതാനും കളികളിൽ എല്ലാ കളികളിലും തന്നെ ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ഒരു അവസരമാണ് കണ്ടത്. കാരണം ഇഷാൻ കിഷാൻ ഇതുവരെ ഫീൽഡ് ചെയ്തതിന് ശേഷം, അതായത് കീപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഇഷാൻ കിഷാൻ ഇതുവരെ ബാറ്റ് ചെയ്തതായി കണ്ടില്ല. കഴിഞ്ഞ ന്യൂസിലൻഡ് പരമ്പരകളിലാണെങ്കിൽ ഇഷാൻ കിഷാൻ കീപ്പറായിരുന്നില്ല, സഞ്ജുവാണ്. തുടരെയുള്ള 4 മത്സരങ്ങളിലും ഇന്ത്യ സെക്കൻഡ് ബാറ്റാണ് ചെയ്തത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇഷാൻ കിഷാൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നറിയാൻ വേണ്ടി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ ഇന്ത്യക്ക് ടോസ് ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സൂര്യകുമാർ യാദവ് സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഇഷാൻ കിഷാൻ്റെ കീപ്പിങ്ങിന് ശേഷമുള്ള ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന അതായത് ഓപ്പണിങ്ങിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടി പുള്ളി തരണം ചെയ്ത് എങ്ങനെ കളിക്കും എന്നത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ നല്ലൊരു വിജയപ്രതീക്ഷ ഇന്ത്യക്ക്